നമ്മളിൽ പലരും ഇന്ന് രാവിലെ വാർത്ത കണ്ട് ശരിക്കുമൊന്ന് ഞെട്ടിയിട്ടുണ്ടാകും. ടെലിഗ്രാം ഇന്ത്യയിൽ പൂട്ടുവീണുവെന്ന്. ഉടനെ തന്നെ നമ്മൾ ഫോൺ എടുത്ത് ടെലിഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കാണും. നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. മെസ്സേജൊക്കെ കൃത്യമായി പോകുന്നുണ്ട്, വീഡിയോ ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ വാർത്ത വെറുതെയാണ്? ഒരിക്കലുമല്ല. വാർത്ത 100% സത്യമാണ്. കേന്ദ്ര സർക്കാർ ടെലിഗ്രാമിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആപ്പ് വർക്ക് ചെയ്യുന്നത്? ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം സിനിമ ഡൗൺലോഡിംഗ് ആണോ? കൃത്യമായി പറയാം, വീഡിയോ മുഴുവനായി കാണുക. ആദ്യത്തെ സംശയം, ബാൻ ചെയ്തിട്ടും ആപ്പ് എങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നതാണ്. സർക്കാർ ഒരു ആപ്പ് നിരോധിച്ചു എന്ന് ഉത്തരവിറക്കിയാലും നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ, അതായത് ജിയോ, എയർടെൽ പോലെയുള്ളവർ, അത് അവരുടെ സിസ്റ്റത്തിൽ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആപ്പ് പണിമുടക്കാം. ജൂൺ 22 വരെയാണ് ഇന്ത്യയിൽ ടെലിഗ്രാമിന് ഈ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ നിരോധനമെന്ന് നോക്കാം. OTT പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയോ പൈറസി തടയാനോ ഒന്നുമല്ല ഈ നടപടി. ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ്. വരാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയോടനുബന്ധിച്ചാണ് ഈ കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നത്. പരീക്ഷാ കാലയളവിലും അതിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിലും മാത്രമായിരിക്കും ഈ നിയന്ത്രണം ഉണ്ടാവുക എന്ന് NTA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അറിയേണ്ട മറ്റൊരു കിടിലൻ തട്ടിപ്പിന്റെ കഥ കൂടിയുണ്ട്. ഈ നിരോധനത്തിന് പുറമെ ജൂൺ 30 വരെ ടെലിഗ്രാമിലെ മെസ്സേജ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിർജ്ജീവമാക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ടെലിഗ്രാം ഗ്രൂപ്പ് അഡ്മിന്മാർ പഴയ മെസ്സേജുകൾ എഡിറ്റ് ചെയ്ത് അതിൽ പുതിയ ഫയലുകൾ അറ്റാച്ച് ചെയ്യും. ടെലിഗ്രാമിൽ എഡിറ്റ് ചെയ്താലും യഥാർത്ഥ സമയം മാറില്ല എന്നൊരു സാങ്കേതിക വിദ്യ ഉണ്ട്. ഇതുപയോഗിച്ച് ദാ കണ്ടോ, പരീക്ഷയ്ക്ക് മുൻപേ ചോദ്യപേപ്പർ ലീക്കായി എന്ന് കാണിച്ച് വ്യാജ തെളിവുകൾ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. ഇത് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഫീച്ചർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കൂടി എഡിറ്റ് ബട്ടൺ കൂടെ പൂട്ടിക്കളഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ ഇതാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക നടപടി മാത്രമാണിത്. ജൂൺ 22 കഴിയുമ്പോൾ ടെലിഗ്രാം പഴയതുപോലെ ആവുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ടെലിഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഡൗൺ ആയോ? താഴെ കമന്റ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.